പ്രതികൂലത്തിന്റെ മധ്യത്തിൽ അനുകൂലത നമ്മുടെ അധരത്തിൽ നിന്ന് വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങൾ അനുകൂലമായി മാറുകയാണ്. ഹല്ലേലൂയ. അതാണ് പ്രിയ ദൈവമക്കളെ, ദൈവമക്കളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവമക്കളുടേതായിരിക്കുന്ന ആ വലിയ പ്രാർത്ഥനയും അതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ സകല പ്രതിസന്ധികളുടെ വിഷയത്തിലും നമുക്ക് എന്തു പറയുവാൻ കഴിയും? പ്രാർത്ഥിക്കാം, അല്ലേ? അപ്പൊ എന്തെല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിച്ചു വന്നാലും പ്രതികൂലത്തെ അനുകൂലമാക്കി മാറ്റുവാൻ നമ്മുടെ ആധരഫലത്തിന് കഴിയും. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്, ദൈവത്തിന്റെ പവറുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. വീണുകിടക്കുന്ന അനുഭവത്തിൽ നിന്ന് പുനരാരംഭിക്കത്തക്കവണ്ണം നമ്മുടെ ആദരഫലം കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ ആരാധന കൊണ്ടും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള കരുത്തുള്ള ആരാധനയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അതുകൊണ്ട് ഈ മരുഭൂമി യാത്രയിൽ ഭയപ്പെടേണ്ട. മാറയെ മധുരമാക്കുന്ന ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിലുണ്ട്. അത്ഭുതങ്ങൾ, അല്ലേ? ചെങ്കടലാണോ? അതിനെ ഭേദിച്ച് മുൻപോട്ട് പോകുവാനുള്ള കരുത്ത് നാഥൻ. നമുക്കൊരു കരുത്തും ഇല്ല കേട്ടോ. നാഥൻ നമ്മളിൽ പകർന്നു തരും. ഇസ്രായേൽ മക്കളോട് വിശ്വാസത്തിന്റെ ധൈര്യത്തോടെ മോശ വിളിച്ചു പറയാ, ഉറച്ചു നിൽപ്പീ. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന മിസ്രൈമിനെ നീ ഒരു നാള് കാണത്തില്ല. ഇതൊക്കെ പറയണമെങ്കിൽ, ഞാനിത് പറഞ്ഞെന്നുള്ളൂ, ഇതൊക്കെ പറയണമെങ്കിൽ എന്താ സംഭവിക്കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന വേണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ആരാധന വേണം, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, കണ്ണാല കാണുന്ന പ്രതിസന്ധിയെ നോക്കി അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. മത്തായിയുടെ സുവിശേഷം 17:21, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ മലയോട് ഇങ്ങ് മാറാൻ പറഞ്ഞാൽ. എന്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആ വീടൊരു വാക്തത്വമുള്ള, നമുക്കൊരു വാക്തത്വമെന്ന് വെച്ചാൽ വീട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു മല. വാക്തത്വം കാണാൻ പറ്റുമോ? പറ്റത്തില്ല. ഹല്ലേലൂയ. വാക്തത്വങ്ങൾ മുൻപിലുണ്ട്. ആ വാക്തത്വങ്ങളെ നമുക്ക് കാണുവാൻ കഴിയാതെ മലയായി മറച്ചു വെച്ച് വാക്തത്വങ്ങളെ കാണാൻ കഴിയാതെ വണ്ണം പ്രത്യാശ നഷ്ടപ്പെടുത്തി പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ല എന്ന് പറയത്തക്കവണ്ണം വാക്തത്വങ്ങളെ കാണുവാൻ കഴിയാതെ മല പോലെ മറഞ്ഞു നിന്നിട്ട് ഹല്ലേലൂയ, ഒരത്ഭുതവും കാണുവാൻ കഴിയാതെ ഇതിങ്ങനെയേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് സന്തോഷത്തെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തുന്ന വാക്തത്വങ്ങളെ ദർശിക്കുവാൻ കഴിയാതെ മല പോലെ നിൽക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ അങ്ങോട്ട് മാറ എന്ന് പറഞ്ഞാൽ വാക്തത്വങ്ങൾ വെളിപ്പെട്ടു വരികയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ആ മലയോട് അങ്ങോട്ട് നീങ്ങ, അതിന്റെ പുറകെ വാക്തത്വം കിടക്കുകയെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരോടാകട്ടോ, ദൈവാശ്രയം ഉള്ളവരോടാകട്ടോ, അതിന് താഴേക്ക് വായിച്ചേ, അവിടെ നിർത്തരുത്, അതിന് താഴേക്ക് വായിച്ചേ. എവിടെ കിട്ടിയോ? മല പോലെ വാക്തത്വങ്ങളെ മറച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും അഴിഞ്ഞു മാറും. നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി വരുന്ന മേഖലകൾ നമ്മുടെ വിഷയം കൊണ്ടാണ് തന്നെയാണ്. എങ്കിലും യേശു പറഞ്ഞു കേട്ടോ, യേശു പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട്. യേശുവിന്റെ തിരുവായി മൊഴിഞ്ഞരുളി ചെയ്ത സത്വചനങ്ങളാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പ്രൊക്ലെയിം ചെയ്യുന്നത്, വിളംബരം ചെയ്യുന്നത്. എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി മാറിപ്പോകത്തില്ല. ഒന്നും നിങ്ങൾക്ക് അസാധ്യമല്ല. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പം ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഏലിയാവ് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഴയും മഞ്ഞും പെയ്യത്തില്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്. കണ്ടോ, ദൈവത്തിന്റെ പ്രാധാന്യത്തിലൂടെ നമ്മുടെ ആധരത്തിൽ നിന്ന് വെളിപ്പെടുന്ന ശബ്ദങ്ങൾ അത്ഭുതമായി വെളിപ്പെടുത്തത്തുള്ളൂ. അതിന്റെ പിന്നിലൊരു പ്രാർത്ഥനയുണ്ട്, പിന്നിലൊരു ദൈവാശ്രയമുണ്ട്.
ആ ദൈവാശ്രയത്തിലൂടെ വെളിപ്പെടുന്ന അധരത്തിൽ നിന്ന് വെളിപ്പെടുന്ന ശബ്ദത്തിലൂടെയാണ് അത്ഭുതങ്ങൾ പൊട്ടിപ്പൊരുപ്പെടുന്നത്. ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. എന്നൊരു ഉറപ്പല്ലേ? ആ ദൈവ സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ടെന്ന്, ആ ദൈവ സാന്നിധ്യത്തിൽ താൻ വസിക്കുകയാണ്. ആ ദൈവ സാന്നിധ്യത്തിൽ വസിച്ചുകൊണ്ട് പറയാ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. നമുക്കും പറയുവാൻ കഴിയും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ആ മലയോടങ്ങ് മാറാൻ പറയാം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന തടസ്സങ്ങളെ അങ്ങ് മാറാൻ പ്രാർത്ഥനയുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോട് വിളിച്ചു പറയുവാൻ കഴിയും. 118-ാം സങ്കീർത്തനം 6-ാം വാക്യം, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യരെന്നോട് എന്ത് ചെയ്യും? ദൈവം ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവപ്രവൃത്തിയെ ആർ തടയും? വീട്ടുന്നുണ്ടോ? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ജീസസ്. സിമ്പിളായിട്ടുള്ള എപ്പോഴും കേൾക്കുന്ന വചനമാണ്. പക്ഷെ വചനം നമ്മുടെ ആധരഫലത്തിലൂടെ വെളിപ്പെട്ടു വരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. ഭയമില്ലാത്തൊരു ജീവിതം ജീവിക്കണമെങ്കിൽ ദൈവമക്കളായാൽ മതി. കേട്ടുന്നുണ്ടോ? ഭയമില്ലാതെ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മക്കളായി ജീവിച്ചാൽ ഒരു ഭയവുമില്ല. ക്രിസ്ത്യാനിയെ മുടിക്കുവാൻ കച്ചകെട്ടിറങ്ങിയ ശൗല്, അല്ലെ? പൗലോസ് ആകുന്നതിന് മുമ്പേ ശൗൽ ഒരു ദിവസം ദമസ്കോസിന്റെ പടിവാദത്തിലെത്തിയപ്പോൾ ഉച്ചസൂര്യനെ വെല്ലുന്ന വെളിച്ചം അവന്റെ കണ്ണിൽ തട്ടി കുതിരപ്പുറത്തിൽ നിന്ന് താഴെ വീണു. ജീസസ്. ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുവാൻ, ക്രിസ്ത്യാനികളെ മുടിക്കുവാൻ, സ്വത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന ദൈവമക്കളെ ഇല്ലാതാക്കുവാൻ, സഭയെ ഇല്ലാതാക്കുവാൻ കച്ചകെട്ടി പുറപ്പെട്ട റോമൻ അധികാര പത്രമെല്ലാം വാങ്ങി ഞാൻ ഏതാണ്ടൊക്കെയാന്ന് പറഞ്ഞ് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത ശൗൽ കിടക്കും താഴെ, കണ്ണു കാണത്തില്ല. ജീസസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം എന്നു ചോദിച്ചാൽ, ശൗൽ എന്താ ചോദിച്ചത്? നീ ആരാകുന്നു കർത്താവേ? കർത്താവ് എന്താ പറഞ്ഞത്? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. യേശുവിനെ ഉപദ്രവിച്ചാൽ കുഴപ്പമില്ല, യേശുവിന്റെ നാമം പറയുന്നവരെ ഉപദ്രവിച്ചാൽ വിടത്തില്ല കേട്ടോ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ദൈവമക്കൾക്ക് വിരോധമായി കച്ചകെട്ടി ഇറങ്ങുന്നവനെ ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ. യഹോവയുടെ വലതു ഭാഗത്തുണ്ട്, ഞാൻ ആരെ ഭയപ്പെടും? യഹോവയുടെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനികൾക്കും സഭയ്ക്കും ദൈവമക്കൾക്കും എതിരായി ഏതെങ്കിലും ചെറുവിരൽ അനക്കിയാൽ ദൈവം അടങ്ങിയിരിക്കുകയല്ല കേട്ടോ. കുതിരപ്പുറത്ത് വലിച്ചവനെ താഴെയിട്ടിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നീ ഒരു ചുവട് പോലും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരു ചുവട് പോലും മുൻപോട്ട് വെക്കരുതെന്ന് പറഞ്ഞ് കണ്ണിനെ അന്ധമാക്കി കുതിരപ്പുറത്തുനിന്ന് താഴെയിട്ടു. ജീസസ്. ആ യേശുവിന്റെ സ്നേഹം എത്ര വലുതാ! ആ യേശുവിന്റെ കരുതൽ എത്ര വലുതാ! എനിക്ക് സന്തോഷം തോന്നുന്ന കാരണം യേശുവിന്റെ ക്രൂശീകരണ വേളയിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ മുതുക് ഉഴവുചാല് പോലെയാക്കി, ചൂണ്ടയും ഈയക്കട്ടികളും എല്ലും കഷ്ണവും എല്ലാം കൊളുത്തിയ ചാട്ടവാർ അവന്റെ പുറത്ത് ആഞ്ഞടിച്ചിട്ട് പുറകോട്ട് വലിച്ചെടുക്കുമ്പോൾ മാംസ കഷ്ണങ്ങൾ അയ്യക്കെട്ടുകളിലും ചൂണ്ടയിലും ഇരിക്കുക. എല്ലാം മിണ്ടിയോ? ഒന്നും മിണ്ടിയില്ല. ഹല്ലേലൂയ. ഒരു മരക്കുരിശ് അവന്റെ തോളിൽ വെച്ചു കൊടുത്തു. യെരൂശലേമിന്റെ ഇടുങ്ങിയ തെരുവീതിലൂടെ വേച്ചും വീണും പോയി എന്തേലും പറഞ്ഞോ? മിണ്ടിയോ? ഒന്നും മിണ്ടിയില്ല. ഹല്ലേലൂയ. കാരിലും വാണികൾ കൈകാലിൽ ആഞ്ഞടിച്ചു. എന്തെങ്കിലും മിണ്ടിയോ? മിണ്ടിയില്ല. ജീസസ്.
വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി എന്തെങ്കിലും മിണ്ടിയോ? മിണ്ടിയില്ല. എന്നാൽ സഭയെ മുടിക്കുവാൻ, ദൈവമക്കളെ ഇല്ലാതാക്കുവാൻ, ഈ മാർഗക്കാരെ ഇല്ലാതാക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ ശൗലിനെ കുതിരപ്പുറത്തുനിന്ന് താഴെയിട്ടിട്ട് അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ. ഇതാണ് പ്രിയമക്കളെ സഭയെ ക്രിസ്തു സ്നേഹിക്കുക. തന്റെ ശരീരമാണ് സഭ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്റെ സഭയെ ഭിന്നിപ്പിക്കുന്നവരെ, സഭയെ ഇല്ലാതാക്കുന്നവരെ, സഭയുടെ സുഗമമായ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്ന എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ദൈവം കൈകാര്യം ചെയ്യും. ജീസസ്. സഭയെ കലഹിപ്പിക്കുന്ന, സഭയുടെ ഐക്യത നഷ്ടപ്പെടുത്തുന്ന, സഭയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, ഹല്ലേലൂയ, ദൈവസഭയ്ക്ക് വിരോധമായി ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന സകല ഇരുട്ടിന്റെ മണ്ഡലങ്ങളെയും ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഒരാലോചന കൈമാറുകയാ. സഭയ്ക്കെതിരായി പോരാടുന്ന അന്ധകാര മണ്ഡലങ്ങളെ ദൈവം തൊടാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഭയെ പരിശുദ്ധാത്മ പ്രത്യേക നിയോഗം നൽകുകയാണ്. സഭയ്ക്കെതിരായി പോരാടുന്ന, ഇത് ഞാൻ എഴുതിക്കൊണ്ട് വന്നതല്ല, എൻ്റെ നോട്ടിലില്ലാത്ത കേട്ടോ, പരിശുദ്ധാത്മാവ് തന്നതാണ്. സഭയ്ക്കെതിരായി പോരാടുന്ന, സഭയെ അസ്വസ്ഥതപ്പെടുത്തുന്ന, സഭ സുഗമമായി മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ആരാന്നറിയത്തില്ല ഇന്നാളുകൾ ദൈവം വരെ തൊടാൻ പോവാ. ഹല്ലേലൂയ. അവിടെ സുഖമമായ യാത്രയെ സ്റ്റക്കാക്കാൻ പോകുകയാ. അന്ധത പ്രാപിച്ച് മറ്റുള്ളവരെ സഹായം കൊണ്ട് നടക്കുന്നത് പോലെ നടക്കുന്ന അനുഭവത്തിലേക്ക് ഈ നാളുകൾ ദൈവം ഇടപെടാൻ പോകുകയാ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ യേശു തിരുവായി മൊഴിഞ്ഞ അരുളി ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം സഭയെ സുഖമമായി മുൻപോട്ട് വിടുവാൻ തടസ്സം നിൽക്കുന്ന ചില ഇരുട്ടിന്റെ കരങ്ങൾ, ഇരുട്ടിന്റെ ശക്തിയെ യേശു പൂട്ടാൻ പോവുക. ഹല്ലേലൂയ. കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല. ഹല്ലേലൂയ. ഇത്രയും കേട്ടാൽ മനസ്സിലാക്കിയാൽ മതി. വാസത്താലും അത് നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? അതാണ് നമ്മൾ ഈ വചനം കൊണ്ട് പഠിച്ചില്ലെങ്കിൽ ദൂതും പരാജയപ്പെടും, ആലോചനയും പറഞ്ഞു വരും, പിന്നെ പറഞ്ഞ പാസ് പെട്ടു. ജീസസ്. ഇതെല്ലാം ശക്തമായ ദൈവ ശബ്ദമാണ് ഇപ്പൊ കേൾക്കുന്നത്. നിശ്ചയമായിട്ട് അറിയാം, ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ കൃപാപര ശുശ്രൂഷയിലുള്ള ദൈവം നയിച്ചതാണ്. പലപ്പോഴും അത് വേണ്ടാന്ന് വെച്ചു. കാരണം പറയുന്ന ആലോചനകൾ പലപ്പോഴും ചിലത് ചേരും, ചിലത് ചേരത്തില്ല. അപ്പോൾ കള്ളപ്രവാചകനാന്ന് പറയും, ചിലത് ചീറ്റിപ്പോയെന്ന് പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചതാ. പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നത് കൊണ്ട് ഇതൊക്കെ ചെയ്യുക. ഹല്ലേലൂയ. ഈ ആലോചന പറഞ്ഞു, പാസ്റ്റർ എന്ന ആലോചന പറഞ്ഞു, ഇത് നടന്നില്ലല്ലോ, ചീറ്റിപ്പോയല്ലോ എന്ന് പറയരുത്. എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ജാതി നീങ്ങിപ്പോകത്തില്ല. സഭയിൽ ഉപവാസ പ്രാർത്ഥന വേണം, സഭയിൽ ആരാധന വേണം. സഭയ്ക്ക് വേണ്ടതൊക്കെ സഭയിൽ ഉണ്ടെങ്കിലേ ഇത് സംഭവിക്കത്തുള്ളെന്ന് ചുരുക്കം. ജീസസ്. ഞാൻ മുമ്പോട്ട് പോട്ടെ. 118:17 പറയണം, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തി കാണും. ഹല്ലേലൂയ. നാവിന്റെ അധികാരത്തിൽ മരണവും ജീവനും നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നെഗറ്റീവ്സ് നമ്മുടെ നാവിൽ നിന്ന് വരരുത്. ഹല്ലേലൂയ. തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട്, ഏലത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് പറ, സമൃദ്ധിയായി 100 മേനി വിളവ് തരാൻ പോവാന്ന് പറ. ഹല്ലേലൂയ. ജീസസ്. ഭവനത്തിന്റെ അകത്തളത്തിലേക്ക് കയറിയിട്ട് പറ, ഇനി ഈ ഭവനമല്ല, ഇതിലും നല്ലൊരു ഭവനം ദൈവം തരാൻ പോവുക. മക്കളെ നോക്കിയിട്ട് പറ, നീ ദേശത്ത് മാനിക്കപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ലോർഡ്. നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ശബ്ദത്തിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക്
കടന്നു വരുമ്പോൾ 12 വർഷമായി രക്തസ്രാവ സ്ത്രീക്ക് പറയുവാനുള്ളത് ലോക വൈദ്യന്മാരെല്ലാം കൈവിട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിശ്ചയിച്ച് ആ ഹൃദയത്തിൽ ഉരുവിട്ടത് അതങ്ങനെ തന്നെ സംഭവിച്ചു. എങ്ങനെയാ സംഭവിച്ചത്? നിങ്ങൾ എടുക്കേണ്ട സമയമില്ലാത്തത് കൊണ്ട് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ ചുമ്മാ അങ്ങ് പറഞ്ഞു പോവുക, നിങ്ങൾ എടുക്കുകയൊന്നും വേണ്ട. ലോകവൈദ്യന്മാരിലേറിയൊന്ന് സംഭവിച്ച് സകലതും നഷ്ടപ്പെട്ടു, മരണം മാത്രമേ മുഖാമുഖമായുള്ളൂ. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ചിന്തിച്ച് നിശ്ചയിച്ച് അവളുടെ ഹൃദയത്തിൽ പറഞ്ഞത് തന്നെ സംഭവിച്ചു. എന്താ പറഞ്ഞത്? പറഞ്ഞത് ഇങ്ങനെയാണ്: അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. അത് സംഭവിച്ചോ? അതിനു മുമ്പ് അങ്ങനെ ഒരു രോഗസൗഖ്യം ഇതുവരേക്കും വചനത്തിൽ എഴുതിയിട്ടില്ല. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഇങ്ങനെ ഒരു അത്ഭുതങ്ങൾ ഇതുവരേക്കും കണ്ടിട്ടില്ല. അവളുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട ശബ്ദവീഴ്ചയിലൂടെ അത്ഭുതങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ വിവിധ പഠനങ്ങൾ പഠിച്ച അനേക ബുദ്ധിമാന്മാരുണ്ടായിരുന്നു, ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം തള്ളിയിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നാൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്ന് അവൻ ഹൃദയത്തിൽ ചിന്തിച്ചു. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? ഭൂമി പാഴും ശൂന്യമായിരുന്നു, വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ദൈവം എന്താ പറഞ്ഞേ? ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഭൂമി ഉണ്ടായോ? സ്തോത്രം. ആരാ നമ്മളെ പഠിപ്പിച്ചത്? ദൈവം നമ്മളെ പഠിപ്പിച്ചത്. ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദവീഴ്ചകളിലൂടെ ഭൂമി ഉണ്ടാവുകയാണ്. ആകാശങ്ങൾ ഉണ്ടാകട്ടെ, നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ, ഗാലക്സികൾ ഉണ്ടാകട്ടെ, വൃക്ഷലലാദികൾ ഉണ്ടാകട്ടെ, ശബ്ദവീഴ്ചയിലൂടെ ഉൽപാദമായെങ്കിൽ നമുക്കും അതിന്റെ അധികാരം നൽകപ്പെട്ടിരിക്കുകയാണ്.